കെ മുരളീധരന്റെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് മുരളീധരൻ സംസാരിക്കുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സർക്കാർ നടപടിയെടുത്താൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. പ്രതികരണം: രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെൻറ്റും പോലീസുമാണ്. പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത MLA പങ്കെടുപ്പിക്കില്ല. അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് സ്വീകരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല. കാരണം ആക്ഷൻ എടുക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും ഘടിപ്പിക്കും. ഇപ്പോൾ സസ്പെൻഷനാണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും. പാർട്ടിക്ക് ഞാൻ പറയാം, അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ MLAക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ MLAക്കെതിരായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, അതായത് സസ്പെൻഷൻ ഉണ്ടായി, സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ രാഹുലിനെ നമ്മൾ പല വേദികളിലും കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും, അതായത് ഇതിനു മുൻപുമൊക്കെ തന്നെ മുരളീധരന്റെ പ്രതികരണം ഇത്തരത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പറയുകയാണ് സർക്കാർ നടപടിയെടുത്താൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. എന്തിനാണ് അങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? രാഹുലിനെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുന്നു. ഒരു പെൺകുട്ടി തന്റെ വേദന അത് പുറത്ത് പറയുന്നു. രാഹുൽ മാങ്കൂട്ടം എന്താണ് തന്നോട് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി തന്നെ പറയുമ്പോഴും സർക്കാർ നടപടി സ്വീകരിച്ചാൽ മാത്രമേ പാർട്ടിയിൽ പുറത്താക്കൂ എന്നാണോ മുരളീധരൻ പറയുന്നത്? പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറാവുകയാണ് എന്നുള്ള ആ ചോദ്യത്തിനായിരുന്നു ഈ കെ മുരളീധരന്റെ ഈ രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിൽ. അതേസമയം ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ എല്ലാ പരിപാടികളിലും ഔദ്യോഗിക പരിപാടി അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ രാഷ്ട്രീയ പരിപാടികളിലും പൊതുപരിപാടികളിലും സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുക്കാൻ ഇത് കോൺഗ്രസ് ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു നേതാക്കളും ഇതിനെതിരെ തടസ്സം പറഞ്ഞിട്ടുമില്ല. പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്നുണ്ട്. അതിൽ മഹിളാ അസോസിയേഷന്റെ ആളുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെതെല്ലാം നമ്മുടെ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. ആ സമയത്താണ് ഇന്നലെ കൈരളി ന്യൂസ് ഉൾപ്പെടെ ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും രൂക്ഷമായി ഇതിൽ പറയുന്ന ആ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട്, ആ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് കൈരളി ഉൾപ്പെടെ മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു കെ മുരളീധരന്റെ ഈ ഒരു പ്രതികരണം. ഇനി പാർട്ടി നടപടിയെടുത്താൽ മാത്രമേ ഇനി MLAക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കൂ എന്ന് പറയുന്നിടത്താണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്.